ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമുക്കിവിടെ 2-3 ദിവസമായിട്ട് മഴയില്ല. അപ്പോൾ എൻ്റെ ചെടികളൊക്കെ ഒന്ന് നല്ല വാടി നിൽക്കുകയാണ്. ഇന്ന് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വെറുതെ വെള്ളമല്ല, കുറച്ച് വളങ്ങളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അതൊന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. എന്താ വിഷ്ണു, ഹെൽപ്പ് ചെയ്യുമോ? വെള്ളം ഒഴിക്കാമോ നമുക്ക് ചെടിക്ക്? കുറച്ച് പണി ഇത് മാത്രം ഒന്ന് സെറ്റ് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് വരാം. ഇത് ഇതിന്ന് ഞാൻ ചുണ്ടയ്ക്ക തീയിൽ വെച്ചതാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ ഇടാം. ഒരു ദിവസം ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. ചുണ്ടയ്ക്ക, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ നമ്മൾ സാധാരണ തീയിൽ വറുത്തരച്ച് വെക്കില്ലേ, അതുപോലെ തന്നെ ഒരു തക്കാളി, പിന്നെ ആവശ്യത്തിന് പുളി, ഉപ്പ്, എരിവിന് ഉള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെ തന്നെ. വളരെ എളുപ്പമാണ്. ചുണ്ടയ്ക്ക ചെയ്യുമ്പോൾ അതൊന്ന് ചതച്ചിട്ട് അതിൻ്റെ എല്ലാ കറിയൊന്നും പോകേണ്ട ആവശ്യമില്ല, എങ്കിൽ അതിൻ്റെ സത്തൊക്കെ പോവും. ചെറുതായിട്ടൊന്നൊരു ഉടച്ചിട്ട് അത് കഴുകി ചെറിയ ഒരു കറ മാറിയതിന് ശേഷം അങ്ങനെ എടുക്കാമെന്നോ, അല്ലെങ്കിൽ ചെറിയൊരു കശപ്പുണ്ടാകും. പക്ഷെ ആ കശപ്പ് നമുക്ക് വയറിന് നല്ലതാണ്. സോ നല്ല ഒരു തീയലാണത്. ഓക്കെ, നമുക്കപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോവാം. ഞാൻ ചെടിക്ക് ഇതാണ് കലക്കി കൊടുക്കാൻ പോകണം. അതായത് ഇത് ഒരാഴ്ചയിൽ കൂടുതലായി കഞ്ഞിവെള്ളമാണ് അന്നുള്ള കഞ്ഞിവെള്ളം ഇല്ലേ, അപ്പോൾ ആ കഞ്ഞിവെള്ളത്തിന് ഇങ്ങനെ കൂട്ടി വെച്ചേക്കും. ഇന്ന് രാവിലെ ഞാൻ ഇതിൽ കുറച്ച് കടലപ്പിണ്ണാക്കെടുത്ത് കുതിർക്കാൻ വെച്ചിരുന്നു. അപ്പോൾ അത് നല്ലതാണ്, ചെടിയുടെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിൽ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വേസ്റ്റുകളുണ്ട്, ഉള്ളിത്തോലൊക്കെ ഉണ്ട്, വെജിറ്റബിൾസിൻ്റെ എല്ലാ വേസ്റ്റും ഇല്ല, വെള്ളരിച്ചോറ്, പിന്നെ അതെ ഉള്ളിത്തോല്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ തന്നെ ഉണ്ട്. പിന്നെ പയറുണ്ട് കേട്ടോ, ബാക്കി വന്ന പയറൊരുക്കി വേവിച്ചിട്ട് ആരും കഴിക്കാതെ ബാക്കി വന്നില്ല, അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഡയറക്റ്റായിട്ട് എടുത്ത് ഒഴിക്കാൻ പാടില്ല ചെടിക്ക്, ചെടിയെല്ലാം പട്ടുപോകും. ഞാൻ ഇപ്പോൾ ഇതിൽ കുറച്ച് അത്യാവശ്യം സ്മെല്ലുണ്ട് കേട്ടോ, അതിൽ നല്ല നാറ്റമുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു ബക്കറ്റ് ഇതിലേക്ക് മാറ്റും. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് വെള്ളം എടുക്കണം, എന്നിട്ട് വേണം ഒഴിക്കാൻ. ഡയറക്റ്റായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി പട്ടുപോകും. അത് കാരണം വെള്ളം എടുക്കാം നമുക്കിപ്പോൾ. പിന്നെ ബർത്ത്ഡേക്ക് ടീച്ചേഴ്സിന് കിറ്റ്കാറ്റും റെഡ് പെന്നും എന്നിട്ട് ബസ് സ്റ്റുഡൻസിനും ക്ലാസ് സ്റ്റുഡൻസിനും 5 സ്റ്റാറും. ബർത്ത്ഡേ ഇനി കിടക്കല്ലേ സമയം, നാളെ കൊണ്ട് പാടുന്നു. ഇങ്ങനെയല്ല, അന്നത്തെ വരെ കള്ളാമട്ടെ വേണ്ട. 5 സ്റ്റാർ നമ്മളെ പിള്ളേർക്ക് ഇതുവരെ കടലം പിള്ളേർക്കെന്ന് വെച്ചാൽ ഇവക്ക് ധനുവിന് ഫസ്റ്റിലൊക്കെ ധനുവിന് ചെറിയ ബൗണ്ടിക് അല്ലേടാ, അങ്ങനെ ബൗണ്ടിക് പോലത്തെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോഴേ അറിയില്ല കൂടുതൽ ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒന്നും പിള്ളേർക്ക് കൊടുക്കാൻ പാടില്ലാന്ന്. പക്ഷേ ഇവിടെ ജനിച്ചതിന് ശേഷം നമ്മൾ ഇന്ന് വരെ ഒരു ചോക്ലേറ്റും ബിസ്ക്കറ്റും വാങ്ങിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെ പിള്ളേർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാത്തത് അടുത്ത പിള്ളേർക്ക് വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ബർത്ത്ഡേക്കും, അതായത് പൊട്ടിക്കല്ല, ഇവരുടെ ബർത്ത്ഡേക്കും നമ്മൾ ആർക്കും ചോക്ലേറ്റ് കൊടുത്തില്ല. ചേട്ടൻ്റെ നിർബന്ധമായിരുന്നു എന്തോന്ന് ഈ കടലമുട്ടായി പോലത്തെ സംഭവങ്ങൾ അല്ലെങ്കിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് കടലമുട്ടായി വാങ്ങിച്ച് കൊടുത്ത്. അപ്പം അന്ന് മുതൽ പാടുകയാണ്. അന്ന് പോയി കയ്യിൽ സ്റ്റിക്കിയായി പറ്റില്ല. അപ്പം ഈ പ്രാവശ്യം കിറ്റ്കാറ്റ് വേണം, അല്ലെങ്കിൽ എന്ത് വേണമെന്ന് റെഡ് പെൻ നമുക്ക് ഈ പ്രാവശ്യം ഐഡിയ ചെയ്യാം. പിള്ളേർക്ക് കടലമുട്ടായി വേണ്ട, കൊടുക്കാമോ? ഈ എള്ളുണ്ട ഒരു കട അല്ലേ, എള്ളുണ്ട പിള്ളേർക്ക് എള്ളുണ്ട. പിന്നെ മാമിന് എന്ത് കൊടുക്കാം? പൊരി ഉണ്ട കൊടുക്കാം, അപ്പം മാമിന് എന്ത് കൊടുക്കാം? ധനു പറ, മാമിന് എന്തെങ്കിലും കൊടുക്കാം. അവളോസുണ്ട കറക്റ്റ് ഉണ്ട കൊടുക്കാം അല്ലേ? അതൊന്ന് ചെറിയാമോ? അപ്പൊ എല്ലാവർക്കും അത് മതി ഈ പ്രാവശ്യം. പിള്ളേർക്ക് അതെല്ലാം ഇഷ്ടം. പിള്ളേർക്ക് അത് ഇഷ്ടം, നിനക്ക് ഇഷ്ടോ?
എനിക്കിഷ്ടം. അതൊന്നും അങ്ങനെ കഴിച്ചുകൂടാ. പക്ഷെ ഞാൻ ഇതുവരെ കിറ്റ്കാറ്റും കഴിച്ചത്. പിറന്നാൾ ഇന്നും കിടക്കണം. എന്റെ പിറന്നാൾ ഇനി ഇല്ല, എനിക്ക് സൗകര്യമായിട്ട് കാലത്ത് അപ്പൊ ഞാൻ ഇത് ബക്കറ്റ് ഫുള്ളായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഈ തുളസിക്ക് ഞാൻ ഒഴിക്കില്ല, കാരണം ഇത് പഴയ വെള്ളം. തുളസിക്ക് നല്ല വെള്ളമേ ഒഴിക്കുള്ളൂ. അതൊരു ദൈവികമായ ഒരു ചെടിയില്ലേ, അത് കാരണം അതിൽ ഞാൻ ഈ വെള്ളം ഒഴിക്കില്ല. എൻ്റെ മുളകൊക്കെ നോക്കടാ, ഒരു നല്ല കാഴ്ച കിടപ്പുണ്ട്. കണ്ട മുളക് ഇങ്ങോട്ട് നോക്ക്. ഇത് ഒരു 3 days മുമ്പ് ഞാൻ പറിച്ചതാണ് കേട്ടോ, കുറേയൊക്കെ. കാണണോ? ഇതിപ്പോൾ കഞ്ഞിവെള്ളവും കടല പുണ്ണാക്കും മാത്രമാണ്. ചിലപ്പോൾ ഞാനിതിൽ വേപ്പൻ പുണ്ണാക്ക് ഇങ്ങനെയുണ്ടല്ലോ, ഈ മൺപുഴു ഓരോ ഇല്ലേ കറുത്തിട്ട്, അതൊക്കെ കടയിൽ കിട്ടും. അപ്പോൾ അതും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കും. കാരണം എനിക്ക് ഓരോന്നിൻ്റെ മൂട്ടിലായിട്ട് പോയി ഇങ്ങനെ കുത്തി ഇളക്കി ഇടാനുള്ള സമയമൊന്നുമില്ല. അത് കാരണം ഞാൻ എല്ലാം അങ്ങ് വെള്ളത്തിലൂടെ അങ്ങ് കലക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ മേലിൽ പെട്ടെന്ന് നാറും. അമ്മ, എന്റെ ബർത്ത്ഡേക്ക് സൗകര്യമായിട്ട് പോവാ. എന്റെ മീൻസ് അവൾക്ക് അത്ര മേക്കപ്പ്. നീ നിന്റെ ബർത്ത്ഡേക്ക് സൗകര്യ വീട്ടിലെന്തിനു പോണേ? മീൻസ് അവൾക്ക് ഇത് മേക്കപ്പ് കിട്ടില്ല. അവൾക്ക് എന്തിനു മേക്കപ്പ്? നിന്റെ ബർത്ത്ഡേക്ക് നീയല്ലേ മേക്കപ്പ് ചെയ്യണം? അങ്ങനില്ല, അവളുടെ ബർത്ത്ഡേ എന്റെ ബർത്ത്ഡേ സെയിം ദിവസമാണ് വരണേ, August 14. അതിന് നീ എന്തിനാ അവിടെ പോയി മേക്കപ്പ് ചെയ്യണേ? അവിടെ പോയി കുളിച്ച് മേക്കപ്പ് ചെയ്യണത് എന്ത് മീൻസ് അവൾക്ക് മേക്കപ്പ് പ്രോഡക്ട്സ് ഇല്ല. അതുകൊണ്ട് സൗകര്യ പറഞ്ഞ എൻ്റെ അടുത്ത് ഇരിക്കുന്ന കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ പ്രോഡക്ട്സ് ഒന്ന് നീ കൊണ്ടുവരുമെന്ന് അവള് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞു. എന്തെല്ലാം നിനക്കുണ്ട്? എന്തെല്ലാം മേക്കപ്പ് സാധനം നിനക്കൊന്നുമില്ലല്ലോ. എനിക്കൊന്ന് ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്ക്, ഐഷാഡോ ഇല്ലല്ലേ. അവൾക്കും അതെല്ലാം അവളെ വീട്ടിലും കാണും. ഇല്ല, അവൾക്കില്ലാത്ത സാധനം നമ്പർ കേട്ടാ. അവൾക്കില്ലാത്ത സാധനം ഫൗണ്ടേഷൻ, മസ്കാര, ഐബ്രോ പെൻസിൽ, ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടോ അവളെ വീട്ടിൽ? ലിപ്സ്റ്റിക് ഉണ്ട്. ലിപ്സ്റ്റിക് അതേ കളറല്ല? അതേ കളറല്ല, അവൾക്ക് ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ്. ബ്രൗണിഷ്. നിനക്ക് അതല്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയാം. മേലെ ചുണ്ടില് അവളെ ഷെയ്ഡ് ഇട്ടോ, താഴത്തെ ചുണ്ടില് നിന്റെ ഷെയ്ഡ് ഇട്ടോ. എന്നിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് വരും. പിറന്നാളിന് ഇന്ന് കിടക്കുന്ന 10 രൂപ. 10 രൂപയൊന്നും ഇല്ല, കുറച്ച് നാളേ ഉള്ളൂ. എന്താ ഇത് ഓഗസ്റ്റ് മാസം. അമ്മ എത്ര പറഞ്ഞാലും പോയില്ലെങ്കിലോ, പക്ഷെ അവളുടെ വീട്ടിൽ പോണം. ഇനി പോയേ തീരുള്ളൂ. വീഡിയോ ആണ്, എല്ലാരും കാണുന്നതാണ്. കുറച്ച് മര്യാദ മര്യാദ വീഡിയോ ആണ്. അപ്പോഴും നോക്കിക്കോളാം, വീഡിയോ ആണ് മര്യാദ. இருந்தாலும் என்ன பாக்குறது 200 பேர் தானே. അവളുടെ വീട് എത്ര പറഞ്ഞാലും പോണം. അമ്മക്ക് പറ, എനിക്ക് സൗകര്യ വീട്ടിൽ പോണം. எங்க இருந்து சொல்லும் போதே கேக்குமே. വിഷ്ണുവിൻ്റെ ഓരോ പരിഭവങ്ങളും പിണക്കവും ഒക്കെ കേട്ട് ഞാൻ അങ്ങനെ എൻ്റെ ചെടിയൊക്കെല്ലാം വെള്ളം ഒഴിച്ചു കേട്ടോ. 3 ദിവസം ആയി വെള്ളം ഒഴിച്ചിട്ട്. മഴയില്ല, പക്ഷെ ഇപ്പോഴത്തെ നട്ടുച്ച ആവാറായി, മണി 11:30 കഴിഞ്ഞു.
യൂഷ്വലായിട്ട് ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ ഉച്ച സമയങ്ങളിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല എന്ന് പറയും, ചെടി പട്ടുപോകുന്നു. വേറെ നിവൃത്തിയില്ല. വൈകുന്നേരം എനിക്ക് കുറച്ച് വേറെ പ്ലാനുകളൊക്കെ ഉള്ളത് കാരണം അത് ഒഴിച്ചതാണ്. മാത്രമല്ല വെള്ളിയാഴ്ചയാണ് വൈകുന്നേരങ്ങളിൽ ഈ സ്മെല്ല് കുറച്ച് സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഈ കഞ്ഞിവെള്ളം പുളിച്ച വെള്ളമില്ലേ, അത് വിചാരിക്കും പോലൊന്നും അല്ല, കുറച്ച് സ്മെല്ലുണ്ട്. അപ്പോൾ സന്ധ്യാസമയത്ത് ഇത് നാറിക്കൊണ്ടൊക്കെ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് നേരത്തെ ഒഴിച്ചത്. അങ്ങനെ വേറെ ഒന്നുമല്ല, അപ്പം കടലപ്പിണ്ണാക്ക് മാത്രമാണ് ഇന്ന് ഈ പുളിച്ച കഞ്ഞിവെള്ളം. വെറും കഞ്ഞിവെള്ളം ഒഴിച്ചാലേ മതി. ഇങ്ങനെ പുളിച്ച് വെച്ച കഞ്ഞിവെള്ളവും കുറേ വെജിറ്റബിൾസിൻ്റെ ഒക്കെ വേസ്റ്റുകളും ചെടികൾ നന്നായിട്ട് തഴച്ച് വളരും. ഞാനിപ്പോൾ കെയർ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് എൻ്റെ ചെടികളൊക്കെ ഇങ്ങനെയൊക്കെ വാടിപ്പോയത്. കുറച്ച് പരിചരണം കൊടുത്താൽ നന്നായിട്ട് തഴച്ച് വളരുന്ന ചെടികളാണ്. പക്ഷേ എൻ്റെ സമയക്കുറവുകൾ കാരണം, സമയക്കുറവെന്ന് പറയാൻ പാടില്ല, നമുക്ക് ധാരാളം സമയമുണ്ട്, പക്ഷെ നമ്മളതിന് ഏതിനാണോ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണമെന്നുണ്ടല്ലോ. അങ്ങനെ അത് എൻ്റെ തെറ്റ് തന്നെയാണ്. എനിക്കിപ്പോൾ ഇവിടെ കുറച്ച് മുളക് ചെടിയും പച്ചമുളക്, പിന്നെ തക്കാളി, വഴുതന, 1-2 വെണ്ട ചെടി, അത്രയേ ഉള്ളൂ. പയറൊക്കെ ഇഷ്ടത്തിനുണ്ടായിരുന്നു, ഇപ്പം എല്ലാം പട്ടുപോയി. ഇനി ഒന്നേനടുത്ത് വിത്ത് പാകേണ്ട സമയമായി. എനിക്കിതിൽ തീവ്രമായിട്ടൊന്ന് ഇറങ്ങണമെന്നൊരാഗ്രഹമുണ്ട്. പിന്നെ ചെടികളെ പറ്റിയും അതിൻ്റെ വളങ്ങളെ പറ്റിയൊക്കെ പറയാൻ ഞാൻ അങ്ങനെ വലിയ കർഷകയൊന്നുമല്ല, എനിക്ക് പരിചയവും ഇല്ല. ഞാനിത് ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ചെടികളൊക്കെ ഓരോന്ന് നട്ട് വളർത്തുന്നത്. ചീരയൊക്കെ നട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്, അത് പഴയ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാം. ഇപ്പോൾ അതൊക്കെ അങ്ങ് പോയി, എൻ്റെ സീസണൊക്കെ പോയപ്പോൾ. ഇനി പക്ഷേ എനിക്ക് ഒന്നേന്ന് കൊണ്ടുവരുന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് ഞാൻ മതിയാക്കി, പക്ഷെ വിഷ്ണുമായ നിർത്തിയില്ല. അവൾ അവളുടെ തോറ്റം പാട്ട് പാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് അവൾ എല്ലാ കാര്യങ്ങൾക്കും തന്നെ, അവളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത് വരെ അവൾ പാടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കൊച്ചുകുട്ടികളെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട് ബോറടിച്ചുവെങ്കിൽ ക്ഷമിക്കൂ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.